വളരെ പ്രധാനപ്പെട്ട രണ്ട് വിവരങ്ങൾ വരുന്നു. ഒന്ന്, നടൻ മുകേഷിനെതിരെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. കോടീശ്വരൻ പരിപാടിയുടെ ഷൂട്ടിങ്ങിനിടെ മുകേഷ് തന്റെ മുറിയിലേക്ക് നിരവധി തവണ വിളിച്ചു. അടുത്ത ഷെഡ്യൂളിൽ തന്റെ മുറി മുകേഷിന്റെ മുറിക്ക് സമീപത്താക്കി. ഒടുവിൽ അതിലെ അധികൃതർ ഇടപെട്ട് അവരെ തിരിച്ചയക്കുകയായിരുന്നു എന്നാണ് ടെസ് ജോസഫിന്റെ അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: I was 20 years old, quiz directing Kodishwaran when the Mallu host Mukesh Kumar called my room multiple times and then changed my room to beside his own in the next schedule. My then boss Derek O'Brien spoke to me for an hour and got me out on the next flight. 19 years on. Thank you, Derek. എന്ന് പറഞ്ഞാണ് ഈ പുതിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു വാർത്ത വരുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മഞ്ജു വാര്യരുടേത് വന്നിരിക്കുന്നു എന്നാണ്. എല്ലാത്തിൻ്റെയും തുടക്കം ഒരു സ്ത്രീയുടെ പോരാട്ടം, അത് നമ്മൾ മറക്കരുത് എന്ന മഞ്ജു വാര്യരുടെ പ്രതികരണം വന്നിരിക്കുന്നു. ഏതായാലും നടൻ മുകേഷിനെതിരെ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് രംഗത്ത് വന്നിരിക്കുന്നു. കോടീശ്വരൻ പരിപാടിയുടെ ഷൂട്ടിങ്ങിനിടെ മുകേഷ് തന്റെ മുറിയിലേക്ക് നിരവധി തവണ വിളിച്ചു. അടുത്ത ഷെഡ്യൂളിൽ തന്റെ മുറി മുകേഷിന്റെ മുറിക്ക് സമീപത്താക്കി. ഒടുവിൽ അതിലെ ഡയറക്ടർ ഇടപെട്ടാണ് തന്നെ തിരിച്ചയക്കുകയായിരുന്നു എന്നാണ് ഈ ആരോപണത്തിന്റെ തുടർച്ചയായി ടെസ് ജോസഫ് പറയുന്നത്. ഒരുപക്ഷേ അതിലുള്ള മുകേഷിന്റെ പ്രതികരണമൊക്കെ ഇന്ന് രാവിലെ മുകേഷിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്, അല്ലേ വിജയകുമാർ? അതെ, മുകേഷ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി ഈ വിഷയത്തിൽ നടത്തുന്ന പ്രതികരണങ്ങൾക്ക് ഏതാണ്ട് ഒരു സമാന സ്വഭാവമാണ്. ഇന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളായ വനിതകളെപ്പറ്റി, സ്ത്രീകളെപ്പറ്റി കൂടി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് വൈകാരികമായൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നിർബന്ധിതരാകുന്നു. സ്ത്രീപക്ഷ നിലപാട് ജീവിതത്തിലാകെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് എന്ന് ഭാവിക്കാനെങ്കിലും ശ്രമിക്കുന്നു എന്നതാണ് ഇത് ഈ മണിക്കൂറുകളിൽ ഒക്കെ വരുന്ന കാഴ്ച. ഇപ്പോൾ ഈ മുകേഷിനെതിരായ ആരോപണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ നിലയിൽ അതിക്രമം നേരിട്ട സ്ത്രീകൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു വലിയ ധൈര്യം നൽകിയിരിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നവരോട്, തുറന്നു പറയുന്നവരോടൊപ്പം വലിയൊരു വിഭാഗമുണ്ട് എന്ന ഒരു ആത്മവിശ്വാസം ആൾക്കൂട്ടത്തിനുണ്ടാക്കുന്നു എന്നത് വളരെ പോസിറ്റീവായ സംഗതി തന്നെയാണ്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള നടി അവരുടെ വെളിപ്പെടുത്തൽ, അതിന്മേലുണ്ടാകുന്ന റിസൾട്ട് ഇവിടെ കേരളത്തിലെ ചില ചലച്ചിത്ര പ്രവർത്തകർ തുറന്നു പറയുന്നു. അവർക്ക് അതിനോട് വലിയ പിന്തുണ അവർക്ക് കിട്ടുന്നു. ആരോപണ വിധേയർക്ക് അവർക്ക് പുറത്തേക്ക് വഴി തുറന്നു വരുന്ന സാഹചര്യം. അപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി പോസിറ്റീവ് ആകുന്നുണ്ട് സിനിമയിൽ. ഇങ്ങനെ തുറന്നു പറയുന്നവരോടൊപ്പം ഒരു സമൂഹമുണ്ട്, അവർക്ക് അനുകൂലമായി തീരുമാനമെടുക്കാൻ പറ്റുന്ന തരത്തിൽ സാമൂഹ്യ സമ്മർദ്ദം ഉയർന്നു വരുന്നുണ്ട് എന്നത് ഒരു അനുകൂല ഘടകം തന്നെയാണ്. അത് നടൻ മുകേഷിനെതിരെ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് ആണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അന്ന് തനിക്ക് 20 വയസ്സ് മാത്രമായിരുന്നു പ്രായം എന്ന് പറഞ്ഞുകൊണ്ട് I was 20 years old എന്ന് പറഞ്ഞിട്ടാണ് കോടീശ്വരന്റെ ഷൂട്ടിനിടെ ഉണ്ടായ ദുരനുഭവത്തെ കുറിച്ച് പറയുന്നത്. ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീകാന്ത്, എന്താണ് മുകേഷിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം? ഗോപി, ഇത് ഈ ആരോപണങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതായത് നടൻ മുകേഷിനെതിരെ, MLA കൂടിയായ നടൻ മുകേഷിനെതിരെ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. കോടീശ്വരൻ പരിപാടിയുടെ ഷൂട്ടിനിടെ മുകേഷ് തന്നെ തന്റെ മുറിയിലേക്ക് പലതവണ വിളിച്ചു. അത് ദുരുദ്ദേശത്തോടെയാണ് അദ്ദേഹം അത്തരത്തിൽ വിളിച്ചത് എന്ന് ടെസ് ജോസഫ് പറയുന്നു. അടുത്ത ഷെഡ്യൂള് ആയപ്പോഴേക്കും താൻ താമസിച്ചിരുന്ന മുറി മുകേഷ് സ്വന്തം മുറിയുടെ സമീപത്തേക്ക് മാറ്റി എന്നുള്ള കാര്യവും ടെസ് ജോസഫ് പറയുന്നു. ഇക്കാര്യത്തിൽ തനിക്ക് ചില സംശയങ്ങൾ ഉണ്ടായി. ഇതിനിടെ അന്നത്തെ ഈ പരിപാടിയുടെ ചുമതലക്കാരനായ ഇന്നത്തെ തൃണമൂൽ MP കൂടിയായ ഡെറിക് ഒബ്രിയാൻ MP ആണ് അന്ന് തന്നെ രക്ഷപ്പെടുത്തി ഫ്ലൈറ്റ് കയറ്റി വിട്ടത് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. 20-ാം വയസ്സിൽ നേരിട്ട അനുഭവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ടെസ് ജോസഫ് ഇത് പറയുന്നത്. അതായത് നിലവിൽ രഞ്ജിത്ത്, ഒപ്പം സിദ്ദിഖ്, അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ നടൻ MLA കൂടിയായ മുകേഷിനെതിരെ കൂടി ഗുരുതരമായ ആരോപണം ഇപ്പോൾ പുറത്തു വരുന്നു. ആണ് തന്നെ ആ ഘട്ടത്തിൽ തന്റെ രക്ഷകനായി വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ടെസ് ജോസഫ് ഒരു കുറിപ്പിട്ടിരിക്കുന്നത്. അത് നടൻ മുകേഷിനെതിരെയാണ്. മുകേഷ് കോടീശ്വരന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് തന്റെ മുറി മുകേഷിന്റെ മുറിക്ക് സമീപമാക്കിയത്. നിരവധി തവണ തന്നെ തന്നോട് സംസാരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള വിവാദങ്ങൾ ഉയരുന്നത്. ഏതായാലും അതിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം.
ഡെറിക്ക് നമ്മളോടൊപ്പം ഉള്ള ആൾ കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഡെറിക്കിന് തുറന്നു പറയാൻ കഴിയും. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. മറ്റൊരു പൊതുപ്രവർത്തകനെതിരെയാണ് ആരോപണം ഉയരുന്നത്. എന്താണ് ഡെറിക് ഒബ്രിയന് പറയാനുള്ളത്? ഡെറിക് ഒബ്രിയന്റെ പേര് ഈ പറയുന്ന ടെസ് ജോസഫ് അതിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായും ഡെറിക് ഒബ്രിയൻ അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം അത് പറയട്ടെ. അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ അടുത്ത മണിക്കൂറുകളിൽ ലഭ്യമാകും. നമ്മളെ കൊൽക്കത്ത ബ്യൂറോയും അതുപോലെ ഡൽഹി ബ്യൂറോയും ശ്രമിക്കുന്നുണ്ട് ഡെറിക് ഒബ്രിയന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ ലഭ്യമാക്കാൻ. അങ്ങനെ മുകേഷിനെതിരെ ഒരു ആരോപണമാണ് ടെസ് ജോസഫ് ഉന്നയിക്കുന്നത്. സമയം, കാലം, സാഹചര്യം, പശ്ചാത്തലം, സാക്ഷിയൊക്കെ അതിലും ഉണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഡെറിക് ഒരു പക്ഷേ അത് വെളിപ്പെടുത്തും എന്ന് കരുതാം. ശരി, നമുക്ക് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് പോകാനുള്ളത് ഇന്നത്തെ ഗുഡ് ആഫ്റ്റർനൂൺ ഷോയിലേക്കാണ്. ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വാർത്തകളുമായി പ്രേക്ഷകർക്കൊപ്പം.